അക്ഷരം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന വാക്കാണ് ആന. നാം ആദ്യം പഠിപ്പിക്കുന്ന വാക്കാണ് ആന. അക്ഷരക്കൂട്ട് നടക്കുന്ന വേദിയുടെ മുന്നിൽ ആന നിൽക്കുന്നതും ആ തുടക്കത്തെ ഓർമ്മിപ്പിച്ചാണ്. കനകക്കുന്നിന് മുന്നിൽ ആന നിൽക്കുന്നു. ആനയുടെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റും ധാരാളം പേർ. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കുട്ടികളുടെ സാഹിത്യോത്സവം 2025 അക്ഷരക്കൂട്ട് സെപ്റ്റംബർ 18-19 തീയതികളിൽ കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് നടക്കുകയാണ്. തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരം ഓഡിറ്റോറിയം, ജവഹർ ബാലഭവൻ, മൺവിള, SSTI എന്നിവിടങ്ങളാണ് സാഹിത്യോത്സവത്തിന് വേദിയാവുന്നത്. സാഹിത്യരചനയിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് ദിശാബോധം നൽകുക എന്നിവയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വിവിധ ക്ലാസുകളിലെ 137 വിദ്യാർത്ഥികൾ രചിച്ച പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കും. ഒന്നിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള കുട്ടികളുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കുട്ടി എഴുത്തുകാർക്കായി വിവിധ വിഷയങ്ങളിൽ ശില്പശാലകളും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. പ്രമുഖ എഴുത്തുകാരുമായി സംവദിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം നടത്താനും പരിപാടികൾ അവതരിപ്പിക്കാനും പ്രത്യേകം വേദിയുണ്ട്. കുട്ടി എഴുത്തുകാർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. 2ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 140ഓളം വിദ്യാർത്ഥികൾ സാഹിത്യോത്സവത്തിൽ മുഴുവൻ സമയ പങ്കാളികളാകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. മൺവിളയിലുള്ള അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കുട്ടികളുടെ താമസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കനകക്കുന്നിൽ നടക്കുന്ന അക്ഷരക്കൂട്ടിൽ എത്തിച്ചേരുക. ആനയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും ചെയ്യുക.